കൊല്ലം അഞ്ചലിലെ കോട്ടുക്കൽ പറയൻമൂല പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. 2024 ബജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചെങ്കിൽ പോലും പിന്നീട് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. 2 ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന പ്രധാന പാതയോട് ആണ് ഈ ഒരു അവഗണന കാണിക്കുന്നത്. അഞ്ചൽ ഇട്ടിവ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഇത്തിക്കരയാറിനു കുറുകെയുള്ള പ്രധാന പാതയാണ് പറയൻമൂല ഭാഗം. 2024 ബജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചതിന് പിന്നാലെ ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അടക്കം സ്ഥലത്തെ ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടും പാലത്തിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലായി. ബഡ്ജറ്റിൽ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് 5 കോടി രൂപ സംസ്ഥാന സർക്കാർ അത് ഉപയോഗിക്കുകയും തുടർന്ന് നമ്മുടെ പ്രദേശത്ത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് സ്ഥലത്തെ MLAയും അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിക്കുകയും ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആഘോഷപൂർവ്വം ഇതിനെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി 2 വർഷത്തിലധികമായി ഇതുമായി ബന്ധപ്പെട്ട് ആകെ മണ്ണു പരിശോധന മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. തുടർ നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. മണ്ണു പരിശോധന ഉൾപ്പെടെ കഴിഞ്ഞിട്ടും പണികൾ ആരംഭിച്ചില്ല. പാലം നിർമ്മാണം നിലച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഇതിനെ ബഡ്ജറ്റ് ഉൾക്കൊള്ളിക്കുകയും 5 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി മണ്ണ് പരിശോധന ചെയ്തു എങ്കിൽ പോലും നിലവിൽ ഈ പാലത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ സാർ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും 1 വർഷത്തിനകം തന്നെ പാലം നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം പോയതിനു ശേഷം ആ വാഗ്ദാനം പഴയ വാക്കായി എന്ന് തന്നെ വേണം പറയാൻ. അതിനുശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്തിക്കരയാർ കടന്ന് മറുകരയ്ക്ക് പോകാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ നാട്ടുകാർ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതടക്കം 4 കിലോമീറ്ററുകൾ കടന്നാണ്. ഞങ്ങൾക്ക് ഇതുവഴി എൻ്റെ മക്കൾ 2 പേര് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ അതുവഴി വണ്ടിയിലാണ് വിടുന്നത്. അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതുവഴി വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കുറച്ചുകൂടി സൗകര്യമായിരുന്നു. ഇതുവഴി കാടൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു പാലം ഉണ്ടായിരുന്നു നമുക്കതൊരു സൗകര്യമാണ്. കൊച്ചുങ്ങളെ കൊണ്ടുവിടാനും സ്കൂളിലെ ആവശ്യങ്ങൾക്കൊക്കെ പോകാനും ഒരു പാലം അത്യാവശ്യമാണ്. പാലം പണി എത്രയും വേഗം പൂർത്തീകരിച്ചാൽ അത് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്. ജനം, കൊല്ലം.